അതാ ദുആക്ക് ഉത്തരം ചെയ്യുന്നവൻ, ദുആ കേൾക്കുന്നവൻ അല്ലാഹ് മാത്രം എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു ആൾ ദൈവത്തിനെ പോയി കണ്ടു, സങ്കടം പറഞ്ഞു, ഓരോ പരിഹാരം ചെയ്തു കൊടുത്തു, അവിടെ എൻ്റെ ദുആക്ക് ഉത്തരം കിട്ടി എന്ന് പറയാൻ പറ്റൂല. അത് ദുആക്കുള്ള ഉത്തരമല്ല. അവൻ്റെ ഈ പ്രശ്നം തീരല്ല ദുആക്കുള്ള ഉത്തരം. അവൻ്റെ പാരിത്രികമായ നഷ്ടമില്ലാതെ അവനെ ദുനിയാവിലും ആഖിറത്തും സംരക്ഷിക്കാത്ത ദുആക്കുള്ള ഉത്തരം. സാക്ഷാൽ ജീവിതം പരലോകത്താണ്. പരലോകം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എന്തെങ്കിലും നേട്ടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവനെ നശിപ്പിക്കലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദുആ കേൾക്കുന്നവൻ, സമീഉ ദുആ, മുജീബു ദുആ ഒക്കെ അല്ലാഹു തആല മാത്രമാണ്. ഇന്നക സമീഉ ദുആ, ഇന്നക മുജീബു ദുആ തുടങ്ങിയ ഒരുപാട് പ്രയോഗങ്ങൾ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. അല്ലാഹു തആലയാണ് ദുആ കേട്ട് ഉത്തരം ചെയ്യുന്നവൻ എന്ന് പറയാൻ കാരണം അതാണ്. എങ്ങനെ? അതെ, ഇന്ന തീർച്ചയായും തക്കീദിട്ടാ പറഞ്ഞത്. ഇന്നക സമീഉ ദുആ എന്ന് പറയുമ്പോൾ റബ്ബേ ഉത്തരം നൽകണേന്ന് പറഞ്ഞിട്ടാ പറഞ്ഞു. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണത്. റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങൾക്ക് ഇത് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇന്നക സമീഉ ദുആ, തീർച്ചയായും നീയാകുന്നു സമീആയവൻ എന്ന് പറയുമ്പോൾ അല്ലാത്തതൊന്നും സമീഅല്ല എന്നല്ലേ. ഇനി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ വിശേഷണമായി പറയുന്നതെല്ലാം അള്ളാഹ്ക്ക് മാത്രമുള്ളതല്ലേ. അതിന് തീർച്ചയായും പറഞ്ഞില്ലെങ്കിലും ഉറപ്പിച്ച് പറഞ്ഞില്ലെങ്കിലും ഒക്കെ സമീ അള്ളയാണ്, ബസീർ അള്ളയാണ്, അലീം അള്ളയാണ്, ഖദീർ അള്ളയാണ് പറയുമ്പോൾ അതൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ, മറ്റാർക്കുമില്ല. അപ്പം അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആൾ ദൈവങ്ങളോ ഏതെങ്കിലും അത്തരം കേന്ദ്രത്തിലോ പോയി ഒരാൾ സങ്കടം പറഞ്ഞു, ആ സങ്കടത്തിന് ഒരു പ്രശ്നത്തെ പരിഹാരം ഉണ്ടാക്കി കൊടുത്തു, അതുകൊണ്ട് ദുആക്ക് ഉത്തരം ചെയ്തു എന്ന് പറയാൻ പറ്റുകയില്ല. അപ്പം ദുആ എന്നുള്ളത് ഓൻ ചോദിച്ച കാര്യം എടുത്തു കൊടുക്കുക എന്നുള്ളതല്ല. നേരെ മറിച്ച് അവൻ്റെ മസ്ലഹത്ത് എന്താണോ ആ മസ്ലഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക, പരലോകം സംരക്ഷിക്കുക, അതാണ് അത് അല്ലാഹു തആലക്ക് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ.